അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള നല്ലൊരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഗ്രീൻ പീസ് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തതാണ്. നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി പേസ്റ്റായിട്ട് അരിഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ആ സമയം നമ്മളൊരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞതും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വാട്ടിനയിൽ ഇട്ട് കൊടുക്കരുത്. ഇതൊന്ന് വഴന്ന ഒരു പച്ചമണം മാറി വന്നാൽ, ഒത്തിരി വാടി വരുമൊന്നും വേണ്ട, ഒന്ന് അങ്ങോട്ട് ചൂടായി ഒരു സവാളയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ആ സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രീൻ പീസ് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കാം. ഇത്തിരി വെന്ത് കുഴഞ്ഞു പോവുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസ് നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് ഇതേ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ സെയിം പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ, ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം എടുത്ത അതേ കപ്പിൽ നമ്മളൊരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് കുറുക്കി ഒന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കട്ട കുത്താതെ ഒന്ന് തേച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ ആദ്യം ചെയ്ത ഫില്ലിങ്സിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അതിനും കൂടുതലൊരു ഉപ്പ് നമ്മൾ ഈ റവയിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ റവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, കരിഞ്ഞു പോകരുത്. അപ്പോൾ അതാ നമ്മുടെ കൂട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. റവയും ഗ്രീൻ പീസും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് പോയാൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ പാനിൽ നിന്നൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് മല്ലിയില എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരെ കൈ വെച്ചൊന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇത് മല്ലിയിലൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യുക. സ്ക്വയറായിട്ടോ റൗണ്ടിലോ ഒക്കെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒരു ബോൾസ് എടുത്ത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ബോൾസ് എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ചെയ്തെടുക്കുന്നത്.
ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവൻ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് മുക്കി പൊരിച്ചെടുക്കണ്ട. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഓരോ സ്നാക്സും വെച്ച് കൊടുക്കാം. നല്ല എണ്ണ ചൂടായതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. അതുപോലെ ഇത് എണ്ണയിലേക്ക് ഇട്ട പാടെ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാതിരിക്കുക. അപ്പോൾ ആകെ ഒട്ടിപ്പിടിച്ച് പൊട്ടിപ്പോകും. ഇതിൻ്റെ ഒരു ഭാഗം നന്നായി ഗോൾഡൻ കളർ ആയതിന് ശേഷം മാത്രമാണ് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ സ്നാക്സ് ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ ഒന്ന് കളർ മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മുടെ മുഴുവൻ സ്നാക്സും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സാണ്. ഉൾഭാഗം കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഒത്തിരി വേവ് വെന്തില്ല എന്നുള്ളത് വേണ്ട. നമ്മൾ റവയും ഗ്രീൻ പീസും ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.